സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അഥ പഞ്ചവിംശതിതമോധ്യായ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ഗോവർദ്ധന പർവ്വതത്തിനായി ഗോപന്മാർ യാഗം നടത്തിയപ്പോൾ ഇന്ദ്രൻ കോപിച്ച് മഴ പെയ്യിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ മഴ പെയ്യിച്ചപ്പോൾ ഭഗവാൻ നിശ്ചയിച്ചു ഇന്ദ്രൻ്റെ അഹങ്കാരം നശിപ്പിക്കണം, ഗോകുലത്തെ രക്ഷിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഭഗവാൻ എന്തു ചെയ്തു? ഗോവർദ്ധന പർവ്വതത്തെ ഇടത് കൈകൊണ്ട് പൊക്കിപ്പിടിച്ചു. ആ പർവ്വതത്തെ പറിച്ചെടുത്ത്, അപ്പോൾ ഒരു കുഴി കാണുമല്ലോ, ആ കുഴിയിൽ ഗോപന്മാരും പശുക്കളും അവരുടെ സാധനങ്ങളും എല്ലാം കൊണ്ട് അവരോട് അതിനകത്ത് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഭഗവാൻ അതിൻ്റെ മുകളിലായിട്ട് പർവ്വതവും ഉയർത്തിപ്പിടിച്ച് ഇടത് കൈ കൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ ഇന്ദ്രൻ 7 ദിവസമാണ് മഴ പെയ്യിപ്പിച്ചത്. ഈ 7 ദിവസവും ഭഗവാൻ ഇടത് കൈയിൽ ആ പർവ്വതത്തെയും താങ്ങി പിടിച്ചുകൊണ്ട് നിന്നു. ഇന്ദ്രന് ആശ്ചര്യം തോന്നി. ഇന്ദ്രൻ വിചാരിച്ചു ഇപ്പം തന്നെ കൈ കഴച്ച് താഴെ ഇടുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഭഗവാൻ ഒരു കൂണിനെ എങ്ങനെ കൊച്ചുകുട്ടികൾ പൊക്കിയെടുക്കുമോ അതുപോലുള്ള ലാഘവത്തിലാണ് ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ പൊക്കിയെടുത്തത്. എന്നിട്ട് അപ്പോൾ ഇന്ദ്രന് മനസ്സിലായി ഇനി ഇവിടെ വേലയൊന്നും നടക്കില്ല എന്ന്. അപ്പോൾ എന്തു ചെയ്തു? ഇന്ദ്രൻ മേഘങ്ങളെ പിൻവലിച്ചു. അപ്പോൾ കൃഷ്ണൻ പ്രജവാസികളോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഇവിടുന്ന് പുറത്തു വന്നോളൂ, മഴയെല്ലാം തീർന്നു. എന്നിട്ട് ഭഗവാൻ ആ പർവ്വതത്തെ പൂർവ്വസ്ഥാനത്ത് തന്നെ സ്ഥാപിക്കുകയും ചെയ്തു. ഗോപന്മാർ ഭഗവാൻ ചെയ്ത ഈ ലീലയെ പാടിക്കൊണ്ട് എല്ലാവരും കൂടെ സന്തോഷത്തോടെ ഗോകുലത്തെ പ്രാപിക്കുന്നു. അതാണ് ഇന്നത്തെ ഭാഗത്തിൽ നമുക്ക് പഠിക്കേണ്ടത്. ശ്ലോകം 17 വരെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ശ്ലോകം 18. ഓന്നമോ ഭഗവതേ വാസുദേവായ തസ്മാത് മത്ശരണം ഗോഷ്ടം മന്നാഥം മത്പരിഗ്രഹം ഗോപായേ സ്വാത്മയോഗേന സോയം മേ വ്രത ആഹിതഃ. തസ്മാത് മത്ശരണം, തസ്മാത് മത്ശരണം ഗോഷ്ടം മന്നാഥം മത്പരിഗ്രഹം ഗോപായേ സ്വ ആത്മയോഗേന സഹ അയം മേ വ്രത ആഹിതഃ. തസ്മാത്, അത് ഹേതുവായിട്ട്, മത്ശരണം, ഞാനാകുന്ന ശരണത്തോടു കൂടിയവരും, അതായത് ഭഗവാൻ വിചാരിക്കുകയാണ് അവർക്ക് വേറെ ആരും ശരണമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ അവർക്ക് ശരണം. അപ്പം ഞാനാകുന്ന ശരണത്തോടു കൂടിയവരും മത്പരിഗ്രഹം, എന്നാൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നതുമായിരിക്കുന്ന ഗോഷ്ടം ഗോകുലത്തെ സ്വാത്മയോഗേന സ്വസാമർത്ഥ്യത്താൽ ഗോപായെ ഞാൻ രക്ഷിക്കും. സഹായം വ്രത, ഈ വ്രതം മേ എന്നാൽ ആഹിത ചെയ്യപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ നിശ്ചയിച്ചതാണ്. ഞാൻ ഒരു വ്രതം എടുക്കുകയാണ്, ഈ ഗോകുലത്തെ ഞാൻ തന്നെ രക്ഷിക്കും. എന്നിലാണ് അവർ ശരണം പ്രാപിച്ചിരിക്കുന്നത്. തസ്മാത് മത്ശരണം ഗോഷ്ടം മന്നാദം മത്പരിഗ്രഹം ഗോപായേ സ്വാത്മയോഗേന സോയം മേ വ്രതാഹിതഃ. ശ്ലോകം 19. ഇത്യുക്തൈകേന ഹസ്തേന കൃത്വാ ഗോവർദ്ധനാജലം ദധാര ലീലയാ കൃഷ്ണ ഛത്രാകം ഇവ ബാലകഃ. ഇതി ഉക്ത്വാ ഏകേന ഹസ്തേന, അതാണ് ഇത്യുക്തൈകേന. ഇതി ഉക്ത ഏകേന ഹസ്തേന കൃത്വാ ഗോവർദ്ധന അചലം ദധാര ലീലയാ കൃഷ്ണ ഛത്രാകം
ഇവ ബാലക. ഇത് ഇപ്രകാരം ഉക്ത്വ പറഞ്ഞിട്ട് ഏകേന ഹസ്തേന ഒരു കൈകൊണ്ട് ഗോവർദ്ധനാജലം ഗോവർദ്ധന പർവ്വതത്തെ കൃത്വ പൊക്കിയിട്ട് ബാലക കുട്ടിയായ കൃഷ്ണൻ ഛത്രാകം ഇവ കൂണെന്ന പോലെ, ഒരു കുട്ടി കൂണിനെ എങ്ങനെ എടുത്ത് പൊക്കുമോ അതുപോലെ ലീലയ പ്രയാസം കൂടാതെ ദധാര ധരിച്ചു. അപ്പോൾ ഇടത് കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ പറിച്ചെടുത്ത് പൊക്കിപ്പിടിച്ചു. അപ്പോൾ എങ്ങനെയുള്ള ലാഘവമാണ്? ഒരു കുട്ടി കൂണിനെ എങ്ങനെയാണോ, കൂണിനെ പൊക്കിയെടുക്കാൻ ഒരു പ്രയാസമില്ലല്ലോ ഒരു കുട്ടിക്ക്, അതുപോലെ നിഷ്പ്രയാസം ഭഗവാൻ ആ പർവ്വതത്തെ അവിടെ നിന്ന് അടർത്തിയെടുത്ത് ഇടത് കൈയിൽ പൊക്കിപ്പിടിച്ചു. ഇത്യുക്തേന ഹസ്തേന കൃത്വാ ഗോവർദ്ധനാചലം ദധാര ലീലയാ കൃഷ്ണ ഛത്രാകമിവ ബാലകഃ. ശ്ലോകം 20. അഥാക ഭഗവാൻ ഗോപാൻ ഹേ അംബ താതവ്രജൗകസ യഥോപജോഷം വിശദ ഗിരിഗർത്തം സഗോധനാഹ. അഥ ആഹ ഭഗവാൻ ഗോപാൻ അനന്തരം അനന്തരം ഭഗവാൻ കൃഷ്ണൻ അവരോട് പറയാണ്, ഹേ അംബേ, അല്ലയോ അമ്മേ, താത പിതാവേ, വ്രജൗകസ വ്രജവാസികളെ, നിങ്ങൾ സഗോധനാഹ ഗോക്കളാകുന്ന ധനങ്ങളോടുകൂടി യഥോപജോഷ സുഖമാവും വണ്ണം ഗിരിഗർത്തം പർവ്വതത്തെ പറിച്ചെടുത്ത കുഴിയെ വിശദ പ്രവേശിക്കുവിൻ എന്ന് ഗോപന്മാരോട് ആഹ പറഞ്ഞു. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഇതാ പർവ്വതത്തെ പൊക്കി പിടിച്ചിരിക്കുകയാണ്. പർവ്വതത്തെ പറിച്ചെടുത്ത കുഴിയുണ്ടല്ലോ, ആ കുഴിയിൽ നിങ്ങളെല്ലാവരും പ്രവേശിക്കുവിൻ. അഥാഹ ഭഗവാൻ ഗോപാൻ ഹേ അംബ താത വ്രജൗകസ യഥോപജോഷം വിശദ ഗിരിഗർത്തം സഗോധനാകാം. ശ്ലോകം 21. ന ത്രാസായിഹ വാ കാര്യോ മദ്ഹസ്താത് അദ്രി നിപാതനേ വാദവർഷഭയേനാല തത്രാണം വിഹിതം ഹി വഹ. ന ത്രാസ ഇഹ വഹ കാര്യഃ മദ്ഹസ്താത് മദ്ഹസ്ത അദ്രി നിപാതേന വാദവർഷഭയേന അലം തത് ത്രാണം വിഹിതം ഹി വഹ. ഇഹ ഇവിടെ മദ്ഹസ്ത അദ്രി നിപാതേന എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന പർവ്വതത്തിൻ്റെ വീഴ്ചയിൽ ത്രാസ ഭയം വഹ നിങ്ങളാൽ ന കാര്യ ചെയ്യത്തക്കതല്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പേടിയായിരിക്കും, ഞാൻ കൊച്ചുകുട്ടിയല്ലേ, ഈ പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്, എപ്പോഴാണ് തറയിൽ വിടുന്നതെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ പേടിക്കണ്ട, പർവ്വതം തറയിൽ വീഴുകയില്ല. വാദവർഷഭയേന കാറ്റ് മഴ എന്ന ഭയം കൊണ്ടും അല്ല മതി. ഇനി കാറ്റും മഴയൊക്കെ ഉണ്ടാകുമെന്ന് നിങ്ങൾ പേടിക്കുകയേ വേണ്ട. തത്രാണം അവയിൽ നിന്നുള്ള രക്ഷ വഹ നിങ്ങൾക്ക് വിഹിതം ചെയ്യപ്പെട്ടു. അപ്പം അവയിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചു കൊള്ളാം, നിങ്ങൾ പേടിക്കണ്ട. ന ത്രാസായിഹ വാ കാര്യോ മദ്ഹസ്താദ്രി നിപാതനേ വാദവർഷഭയേനാലം തത്രാണം വിഹിതം ഹി വഹ. ശ്ലോകം 22. തഥാ നിർവിവിശുർഗർത്തം കൃഷ്ണാശ്വാസിത മാനസാഹ യഥാവകാശം സധന സവ്രജ സോപജീവനഃ. തഥ അപ്രകാരം കൃഷ്ണ ആശ്വസിത മാനസ കൃഷ്ണനാൽ ആശ്വസിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായി സധന ധനങ്ങളോടും സവ്രജ വണ്ടികൾ കയറ്റിയ സാധനങ്ങൾ. അപ്പോൾ ഒരു സാധനങ്ങളെല്ലാം വണ്ടി കയറ്റി പശുക്കളെയും മൃഗങ്ങളെയെല്ലാം പിടിച്ചുകൊണ്ട് വന്ന് വരികയാണ്. സോ ഉപജീവന ഭൃത്യന്മാരെ എല്ലാവരും യഥാവകാശം തിരക്ക് കൂടാതെ ഗർത്തം കുഴിയെ നിർവിവിശു പ്രവേശിച്ചു. തിരക്കൊന്നുമില്ലാതെ വെപ്രാള പിടിക്കാതെ എല്ലാ പേരും സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി പശുക്കളെയൊക്കെ പിടിച്ച് എല്ലാ പേരുമായിട്ട് ആ കുഴിയിൽ വന്നു നിന്നു. തഥാ നിർവിശുർഗർത്തം കൃഷ്ണാശ്വാസിത മാനസ
യഥാവകാശം സധന സവ്രജാസോപജീവനഃ. ശ്ലോകം 23. ക്ഷുത്രവൃഥാം സുഖാപേക്ഷ ഹിത്വാ തൈർവ്രജവാസിഭിഃ വീക്ഷ്യമാണോ ദധാവദ്രീം സപ്താഹം നാചലത് പദാത്. ക്ഷുത് തൃഡ് വ്യഥാം സുഖ അപേക്ഷാം ഹിത്വാ തൈഃ വ്രജവാസിഭിഃ വീക്ഷ്യമാണഃ ദധൗ അദ്രീം, അതാണ് ദധാവദ്രീം, സപ്താഹം ന അചലത് പദാത്. ക്ഷുത്രവ്രത ക്ഷുത്രവ്യഥാം വിശപ്പ് ദാഹം കൊണ്ടുള്ള ദുഃഖത്തെയും, വ്യഥ എന്നാണ്, വ്യഥാം വിശപ്പ് ദാഹം ഇവ കൊണ്ടുള്ള ദുഃഖത്തെയും, സുഖാപേക്ഷ സുഖ ആശയെയും ഹിത്വ ഉപേക്ഷിച്ചിട്ട് വ്രജവാസിഭിഃ വ്രജത്തിൽ വസിക്കുന്ന തൈഹി അവരാൽ വീക്ഷിക്കപ്പെടുന്നവനായിട്ട് അദ്രിം പർവ്വതത്തെ സപ്താഹം 7 ദിവസം ദധൗ ധരിച്ചു. അപ്പോൾ ഭഗവാന് 7 വയസ്സേ ഉള്ളൂ. 7 വയസ്സുള്ള ബാലൻ ഇടതേ കൈയിൽ 7 ദിവസം ഈ പർവ്വതത്തെയും പിടിച്ച് നിന്നു. പദാത് സ്ഥാനത്തിൽ നിന്ന് ചലിച്ചില്ല. അപ്പോൾ കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിപ്പിച്ചില്ല, കാലും അനങ്ങിയില്ല, ഒരേ കണക്കിന് നിന്നു. അപ്പോൾ വ്രജവാസികൾക്ക് വിശപ്പും ദാഹവും നിദ്രയും ഒന്നും കൂടാതെ ആശ്ചര്യത്തോടെ നോക്കിക്കണ്ട് നിൽക്കുമ്പോൾ ഭഗവാൻ നിന്ന സ്ഥാനത്ത് നിളകാതെ 7 ദിവസം ഒരേ നിലയിൽ പർവ്വതത്തെയും താങ്ങി പിടിച്ചുകൊണ്ട് നിന്നു. ക്ഷുത്രവ്യഥാം സുഖാപേക്ഷാം ഹിത്വാ തൈർവ്രജവാസിഭിഃ വീക്ഷ്യമാണോ തഥാ ബദ്രീം സപ്താഹം നാചലത് പദാത്. ശ്ലോകം 24. കൃഷ്ണയോഗാനുഭാവം തം നിശാമ്യേന്ദ്രോ അതിവിസ്മിതഃ നിസ്തംഭോ ഭ്രഷ്ടസങ്കൽപ സ്വാൻമേഘാൻ സന്യവാരയത്. കൃഷ്ണ യോഗാനുഭാവം തം, കൃഷ്ണൻ്റെ ആ സാമർഥ്യത്തെ, തം എന്ന് വെച്ചാൽ തം കൃഷ്ണയോഗാനുഭവം, കൃഷ്ണൻ്റെ ആ സാമർഥ്യത്തെ ഇന്ദ്രഹ നിശാമ്യ, ഇന്ദ്രൻ കണ്ടിട്ട് അതിവിസ്മിത ഏറ്റവും ആശ്ചര്യപ്പെട്ടവനായിട്ട് നിസ്തംഭം അവൻ്റെ അഹങ്കാരമൊക്കെ നശിച്ചവനായി സങ്കല്പത്തിൽ നിന്ന് തെറ്റിയവനായിട്ട് സ്വാൻമേഘാൻ തൻ്റെ മേഘങ്ങളെ സന്യവാരയ നിരോധിച്ചു. അതായത് ആ മേഘങ്ങളെല്ലാം തിരിച്ചു വിളിച്ചു. അപ്പോൾ ഇനി എത്ര ദിവസം വേപ്പിച്ചാലും കൃഷ്ണൻ അവരെ രക്ഷിക്കുമെന്ന് ഉറപ്പായി. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിശയപ്പെട്ട പിന്നെ പേടിയുണ്ടായിരുന്നു. ഇന്ദ്രൻ എന്ത് ചെയ്തു? മേഘത്തേക്ക് തിരിച്ചു വിളിച്ചു. കൃഷ്ണയോഗാനുഭാവം തം നിശാമ്യേന്ദ്രോ അതിവിസ്മിതഃ നിസ്തംഭോ ഭ്രഷ്ടസങ്കൽപ സ്വാൻമേഘാൻ സന്യവാരയത്. ശ്ലോകം 25. കം വ്യഭ്രമുദിതാദിത്യം വാദവർഷം ച ദാരുണം നിശാമ്യോ വരദം ഗോപാൻ ഗോവർദ്ധനധരോ അബ്രവീത്. ഖം വ്യഭ്രം ഉദിത ആദിത്യം. വ്യഭ്രം വിഗതമായ മേഘത്തോടു കൂടിയത്, അതായത് മേഘങ്ങളെല്ലാം നീങ്ങിപ്പോയ മേഘത്തോടും ഉദിത ആദിത്യം, അപ്പോൾ സൂര്യൻ ഉദിച്ചു. മേഘം എല്ലാം പോയപ്പോൾ ആ സൂര്യൻ്റെ പ്രകാശം കാണാം. ഉദിച്ചിരിക്കുന്ന സൂര്യനോടും കൂടിയതായ ഖം ആകാശത്തെയും, ദാരുണം ഭയങ്കരമായ വാദവർഷം ച കാറ്റും മഴയും, ഉപരതം ശമിച്ചതും നിശാമ്യ കണ്ടിട്ട്. അപ്പോൾ മേഘത്തെ പിൻവലിച്ചപ്പോൾ സൂര്യപ്രകാശം എല്ലായിടത്തും അടിച്ചു, കാറ്റും മഴയും എല്ലാം പോയി. ഗോവർദ്ധനത്തെ ധരിച്ച ഭഗവാൻ ഗോപന്മാരോട് അബ്രവീത്, ഗോപന്മാരോട് ഇങ്ങനെ പറഞ്ഞു. ഖം വ്യഭ്രം മുദിതാദിത്യം വാദവർഷം ച ദാരുണം നിശാമ്യോ പരതം ഗോപാൻ ഗോവർദ്ധനധരോ അബ്രവീത്. ശ്ലോകം 26. നിര്യാത ത്യജതത്രാസം ഗോപാ സസ്ത്രീധനാർഭകാഃ ഉപാരതം വാദവർഷം വ്യുത പ്രായാശ്ച നിമ്നഗാഃ. നിര്യാത ത്യജത ത്രാസം ഗോപാഃ ഹേ ഗോപന്മാരെ സ സ്ത്രീധന അർഭകാഃ സ്ത്രീകളോടും ധനങ്ങളോടും, അർഭക കുട്ടികളോടും കൂടിയവരായിട്ട് നിര്യാത പുറത്തേക്ക് വരുകിൻ.
നിങ്ങളിനി പതുക്കെ പുറത്ത് വരുവിൻ, ഇതാ മഴയെല്ലാം പോയി. ത്രാസം ഭയം ത്യജത, ഉപേക്ഷിക്കും, നിങ്ങൾ പേടിക്കണ്ട. പാദവർഷം കാറ്റും മഴയും ഉപാരതം ഇതാ ശമിച്ചിട്ടുണ്ട്. നിമ്നാക നദികൾ വിധപ്രായാക, വെള്ളം കുറഞ്ഞവയുമായി. ഇപ്പോൾ മഴ പെയ്തപ്പോൾ നദികൾ എല്ലാം കര കവിഞ്ഞൊഴുകി. ഇപ്പോൾ മഴ മാറിയപ്പോഴോ ആ നദികളുടെ വെള്ളവും കുറഞ്ഞു തുടങ്ങി. ഇനി നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വെളിയിൽ വന്നോളൂ. നിർയാതത്യജതത്രാസം ഗോപാസ്ത്രീധനാർഭക ഉപാരതം പാദവർഷം വിധപ്രായാശ്ച നിമ്നഗാഹ. ശ്ലോകം 27. തതസ്തേ നിർയയോർഗോപ സ്വംസമാദായ ഗോധനം ശകടോപകരണം സ്ത്രീബാലസ്തവിരാശനൈഃ. തതഃ തേ നിർയയുഃ ഗോപാഃ സ്വം ആദായ ഗോധനം ശകട ഉപകരണം സ്ത്രീബാലസ്തവിരാശനൈഃ. തതഃ അനന്തരം തേ ആ സ്ത്രീബാലസ്തവിര, സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും സ്വംസം അവരവരെ സംബന്ധിച്ച ഗോധനം, ഓരോരുത്തരും അവരവരുടെ പശുക്കളെ ആദായം എടുത്തുകൊണ്ട് ശകടോ ഉപകരണം, ശകടങ്ങളിൽ വണ്ടികളിൽ കയറ്റിയ ഉപകരണങ്ങളോടും കൂടി ശനൈ മന്ദം മന്ദം ഗോപാഹ ഗോപന്മാർ നിർയയു പുറത്തേക്ക് വന്നു. അപ്പോൾ എല്ലാവരും ആ ഗോവർദ്ധന പർവ്വതത്തെ പറിച്ചെടുത്ത ആ കുഴിയിലായിരുന്നല്ലോ. അവരെല്ലാവരും പതുക്കെ പതുക്കെ പുറത്തേക്ക് വന്നു. തതസ്തേ നിർയയോർ ഗോപാ സംസമ്മാദായ ഗോധനം ശകടോപകരണം സ്ത്രീബാലസ്തവിരാശനൈ. ശ്ലോകം 28. ഭഗവാനഭിതം ശൈലം സ്വസ്ഥാനേ പൂർവവത് പ്രഭു പശ്യതാം സർവഭൂതാനാം സ്ഥാപയാമാസ ലീലയാം. ഭഗവാൻ അഭിതം ശൈലം സ്വസ്ഥാനേ പൂർവവത് പ്രഭു സമർത്ഥനായ ഭഗവാനും തം ശൈലം ആ പർവ്വതത്തെ പശ്യതാം നോക്കി നിൽക്കുന്ന സർവഭൂതാനാം സകല ഭൂതങ്ങളുടെയും മുമ്പാകെ സ്വസ്ഥാനെ അതിൻ്റെ സ്ഥാനത്തിൽ തന്നെ ലീലയാ ഒരു പ്രയാസവും കൂടാതെ പൂർവവത് മുമ്പത്തെ പോലെ സ്ഥാപയാമാസ ഉറപ്പിച്ചു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? എല്ലാത്തിനും സമർത്ഥനായ ഭഗവാൻ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പർവ്വതം നേരത്തെ ഇരുന്നതുപോലെ അവിടെ തന്നെ വച്ചു. ഭഗവാൻ അഭിതം ശൈലം സ്വസ്ഥാനേ പൂർവവത് പ്രഭു പശ്യതാം സർവഭൂതാനാം സ്ഥാപയാമാസ ലീലയാം. ശ്ലോകം 29. ശ്ലോകം 29. തം പ്രേമവേഗാൻ നിഭൃതാ വ്രജൗകസോ യഥാ സമീയു പരിരംഭണാദിഭിഃ ഗോപ്യശ്ച സസ്നേഹമപൂജയൻ മുദാ ദത്യക്ഷതാദ്ഭി യുജു സദാശിഷഃ. തം പ്രേമവേഗാത് നിഭൃതാ വ്രജൗകസഃ. പ്രേമവേഗാത് സ്നേഹാധിക്യത്താൽ നിഭൃത പൂർണ്ണരായ വ്രജൗകസഃ വ്രജവാസികളും ഗോപ്യഹാച്ച ഗോപികകളും പരിരംഭണാദിഭി ആലിംഗനാദികൾ കൊണ്ട് യഥാ ഉചിതം പോലെ സസ്നേഹം സ്നേഹത്തോടുകൂടി വണ്ണം മുദാ സന്തോഷത്തോടുകൂടി തം അവനെ അപൂജയൻ പൂജിച്ചു. അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അവരെല്ലാവരും കൃഷ്ണനെ എന്ത് ചെയ്തു? സ്നേഹത്തോടുകൂടി ആലിംഗനം ചെയ്തു, പൂജിച്ചു. സമീയു ചുറ്റും വന്നു നിന്നു. ദത്യക്ഷതാത്ഭിഹി വെണ്ണ, തൈര്, ജലം, അക്ഷതം ഇവയൊക്കെ കൊണ്ട് തൈര്, അക്ഷതം, ജലം ഇവ കൊണ്ട് ഭഗവാനെ പൂജിക്കുകയാണ്. ആശീർവാദങ്ങൾ. സദാശിഷ ശോഭനങ്ങളായ അനുഗ്രഹങ്ങളെ യോജിപ്പിച്ചു. ആ കൃഷ്ണൻ ആപത്തൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ അക്ഷതങ്ങളൊക്കെ ഭഗവാന്റെ തലയിലിട്ട് പൂജിച്ചു. എന്നിട്ട് ഭഗവാന്റെ കാല് തലോടി, കൈകൾ തലോടി, പിന്നെ ചെറു കുട്ടികൾ തങ്ങളുടെ സ്നേഹം കാണിക്കാൻ വേണ്ടി ഭഗവാന്റെ കൈയും കാലും ഒക്കെ തലോടി, പിന്നെ തൈർ കൊണ്ട് പൊട്ട് തൊട്ട്
അതിൻ്റെ മീതെ അക്ഷതം ധരിച്ച് ജലം കൊണ്ട് ഉഴിഞ്ഞ് വൃദ്ധന്മാർ ഈ കുട്ടിക്ക് ഇനി ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഓരോരോ ബ്രാഹ്മണരെ കൊണ്ട് ആശീർവാദമൊക്കെ ചെയ്യിപ്പിച്ചു. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ സ്നേഹപ്രകടനങ്ങൾ കാണിച്ചു. ശ്ലോകം 29 ഒന്നുകൂടെ വായിക്കാം. തം പ്രേമവേഗാൻ നിഭൃതാവ്രജൗഹസോ യഥാ സമീയു പരിരംഭണാദിഭി ഗോപ്യശ്ച സസ്നേഹമപൂജയൻ മുദാ ദത്യക്ഷതാദ്ഭി യുജു സദാശിഷാം. ശ്ലോകം 30. യശോദാരോഹിണി നന്ദോ രാമശ്ച ബലിനാം വര കൃഷ്ണമാലിംഗ്യയുജുർ ആശിഷ സ്നേഹകാതരഃ. യശോദാരോഹിണി നന്ദഃ രാമഃ ച ബലിനാം വരഃ കൃഷ്ണം ആലിംഗ്യ യുജുഃ ആശിഷ സ്നേഹകാതരാഃ. സ്നേഹകാതരാഃ സ്നേഹത്താൽ വ്യാകുലപ്പെട്ടവരായ യശോദയും രോഹിണിയും നന്ദഃ നന്ദനും ബലിന ബലവാന്മാരിൽ വച്ച് വരഹ ശ്രേഷ്ഠനായ രാമഃ രാമനും കൃഷ്ണനെ ആലിംഗനം ചെയ്തിട്ട് ആശിഷ അനുഗ്രഹങ്ങളെ യോജിപ്പിച്ചു. അപ്പോൾ എല്ലാവരും കൃഷ്ണനെ ആലിംഗനം ചെയ്തു. യശോദ, രോഹിണി, ബലരാമൻ, നന്ദഗോപർ, പിന്നെ മറ്റു ഗോപന്മാർ, ഗോപികമാർ എല്ലാവരും കൃഷ്ണനെ ആലിംഗനം ചെയ്തു. ചിലർ ആശീർവാദം, ചിലർ പൂജകൾ ചെയ്തു. യശോദാരോഹിണി നന്ദോ രാമശ്ച ബലിനാം വരഃ കൃഷ്ണമാലിംഗ്യ യുജുർ ആശിഷ സ്നേഹകാതരാഃ. ശ്ലോകം 31. ദിവിദേവഗണാസാധ്യ സിദ്ധഗന്ധർവചാരണാഃ തുഷ്ടുർമുമുജുസ്തുഷ്ടാ പുഷ്പവർഷാണി പാർത്ഥിവഃ. ഹേ രാജാവേ, ശുകബ്രഹ്മർഷി പരീക്ഷിത്തിനോട് പറയുകയാണ്. ദിവി സ്വർലോകത്തിൽ ദേവഗണാഹ ദേവസമൂഹങ്ങൾ, സാധ്യാഹ സാധ്യന്മാർ, സിദ്ധഗന്ധർവചാരണ സിദ്ധന്മാർ, ഗന്ധർവന്മാർ, ചാരണന്മാർ തുടങ്ങിയവർ തുഷ്ട്വാഹ സന്തോഷിച്ചവരായിട്ട് തുഷ്ടുവുഹു സ്തുതിച്ചു. അവർക്കെല്ലാം സന്തോഷമായി. അവർ ഭഗവാനെ സ്തുതിച്ചു. പുഷ്പവർഷാണി പുഷ്പവർഷങ്ങളെ മോചിപ്പിച്ചു. അപ്പോൾ ഗോകുലത്തെ ഇന്ദ്രൻ്റെ അഹങ്കാരം അവസാനിപ്പിച്ച് ഗോകുലത്തെ രക്ഷിച്ച് ഭഗവാനെ കണ്ട് മറ്റു ആകാശസഞ്ചാരികൾ, ഗന്ധർവന്മാർ, ചാരണന്മാർ, സിദ്ധന്മാർ എല്ലാവരും എന്ത് ചെയ്തു? അവരെല്ലാം സന്തോഷിച്ച് ഭഗവാനെ സ്തുതിച്ച് പുഷ്പവൃഷ്ടി നടത്തി. ദിവിദേവഗണാസാധ്യ സിദ്ധഗന്ധർവചാരണാഃ തുഷ്ടുർമുമുജുസ്തുഷ്ടാ പുഷ്പവർഷാണി പാർത്ഥിവ. ശ്ലോകം 32. ശംഖദുന്ദുഭയോ നേതുർ ദിവിദേവ പ്രണോദിതാഃ ജഗുർഗന്ധർവപദയ തുമ്പുരു പ്രമുഖ നൃപ. പിന്നെ വാദ്യഘോഷങ്ങൾ മുഴക്കുന്നതാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ശംഖം, ദുന്ദുഭയോ, നേതുർ. ശംഖം, ദുന്ദുഭി മുതലായ വാദ്യഘോഷങ്ങൾ നേതുഹു ശബ്ദിപ്പിച്ചു. ദേവപ്രണോദിതാഹ ദേവന്മാരാൽ പ്രേരിപ്പിക്കപ്പെട്ട. എവിടെയാണ്? ദിവി സ്വർഗത്തിൽ. ജഗുഹു എന്ന് വെച്ചാൽ ഗാനം ചെയ്തു, പാടി. ആരാണ്? ഗന്ധർവപദയ ഗന്ധർവപതിമാർ. അതുപോലെ തന്നെ തുമ്പുരു പ്രമുഖ തുമ്പുരു മുതലായ ഗന്ധർവപതികൾ. ശംഖം, ദുന്ദുഭി മുതലായവ ശബ്ദിച്ചിട്ട് പാട്ടുപാടി. ശംഖദുന്ദുഭയോ നേതുർ ദിവിദേവ പ്രണോദിതാഃ ജഗുർഗന്ധർവപദയ തുമ്പുരു പ്രമുഖ നൃപാം. ശ്ലോകം 33. തതോനുരക്തൈ പശുഭൈ പരിശ്രിതോ രാജൻ സഗോഷ്ടൻ സബലോ അവ്രജത് ഹരി തഥാവിധാന്യസ്യ കൃതാനി ഗോപിക ഗായന്തി യേയുർമുദിത ഹൃദിസ്പൃശ. തതഃ അനുരക്തൈഃ പശുവൈഃ പരിശ്രിതഃ രാജൻ സഗോഷ്ടം സബലഃ അവ്രജത് ഹരിഃ തഥാ വിധാന്യസ്യ കൃതാനി ഗോപിക ഗായന്ത്യ യേയുർമുദിത ഹൃദിസ്പൃശഃ. രാജൻ, ഹേ രാജാവേ, അനുരക്തന്മാരായ പശുവൈ ഗോപന്മാരാൽ പരിശ്രിതഃ ചുറ്റപ്പെട്ടും സബല ബലരാമനോടുകൂടിയും ഇരിക്കുന്ന
സഹഹരി കൃഷ്ണൻ. അപ്പോൾ അതിസ്നേഹയുക്തന്മാരായ ഗോപന്മാരാൽ ചുറ്റപ്പെട്ടും ബലരാമ സഹിതനുമായിരിക്കുന്ന ഭഗവാൻ ഹരി ഗോഷ്ടം ഗോകുലത്തെ അപ്രജ പിന്നീട് ഗോകുലത്തേക്ക് പോയി. ഗോപികമാർ ഹൃദിസ്പൃശ തങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന അസ്യ ഇവൻ്റെ തഥാവിധാനി അപ്രകാരമുള്ള കൃതാനി കർമ്മങ്ങളെ ഗായന്തി പാടുന്നവരായി മുദിത സന്തുഷ്ടകളായി ഈയു പ്രാപിച്ചു. അപ്പോൾ ഗോപികമാരെന്ത് ചെയ്തു? ഭഗവാന്റെ ഗോവർദ്ധന ലീലയെക്കുറിച്ച് പാടിക്കൊണ്ട് സന്തോഷത്തോടുകൂടി ഗോകുലത്തെ പ്രാപിച്ചു. അപ്പോൾ ഗോ എന്ന് പറഞ്ഞാൽ പശു എന്നർത്ഥമുണ്ട്, വേദം എന്നർത്ഥമുണ്ട്, മനസ്സെന്നർത്ഥമുണ്ട്, ഭൂമി എന്നർത്ഥമുണ്ട്. അപ്പോൾ ഗോവർദ്ധനം അല്ലെങ്കിൽ ഗോവർദ്ധന ഉദ്ധാരണം എന്ന് പറഞ്ഞാൽ അതിനെ ഉയർത്തുന്നു, അതായത് നമ്മുടെ മനസ്സിനെ ഭഗവാൻ ഉയർത്തുന്നു. മനസ്സെന്നും അർത്ഥമുണ്ട്, അല്ല ജ്ഞാനം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ജ്ഞാനം വർദ്ധിപ്പിക്കുന്നു, അജ്ഞാനത്തെ നീക്കി ജ്ഞാനബോധം ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെ ഗോവർദ്ധന ഉദ്ധാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെയാണ് ഭഗവാൻ ഉയർത്തുന്നത്, ഭഗവാനിലേക്ക് മനസ്സുയർത്തുകയാണ്. ഓരോ ലീലകൾ ചെയ്യുമ്പോഴും എല്ലാവർക്കും ഭഗവാനിൽ മതിപ്പുളവാകും. ക്രമേണ അത് പ്രേമഭക്തിയായി മാറും. അങ്ങനെ എപ്പോഴും ഭഗവാന്റെ ചിന്ത തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. എപ്പോഴും ഭഗവൻ സ്മരണ വേണം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗോകുല രക്ഷാനിരൂപണം നാമ പഞ്ചവിംശോധ്യായക സമ്പൂർണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി 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 സ്മരണ കരോ ഹരിചരണ കമൽ ധ്യാന കരോ മുരളി മാധവ സേവാ കരോ മുരഹര ഗിരിധാരി സ്മരണ കരോ മുരഹര ഗിരിധാരി സ്മരണ കരോ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.